ഇനി തന്തയും പിള്ളേരും കൂടെ എന്നെ പറ്റിക്കണമായിരിക്കോ? പറയാൻ പറ്റിയല്ലേ. നടക്കടാ. എന്റെ പൊന്നച്ച, ഞാൻ പൈസ ഒന്നും എടുത്തിട്ടില്ല. എന്താ? ഞാൻ പൈസ ഒന്നും എടുത്തിട്ടില്ലാന്ന്. നീ വേണുകൂട്ടൻ്റെ പൈസ ചോദിച്ചാ? 5000 രൂപയോ മറ്റേ? ആ, ഞാൻ ചോദിച്ചല്ലോ. നിനക്ക് എന്തിനാ പൈസ? എന്തിനാ? അതെന്റെ കൂട്ടുകാരന്റെ അച്ഛൻ വയ്യാണ്ട് നടക്കുന്ന, അവനെ സഹായിക്കാനാ. ചാരിറ്റി. എവിടെയാണ് നടക്കുന്നത്? ആശുപത്രിയില്. ആശുപത്രിയിൽ. അവന് ചികിത്സയ്ക്ക് വേണ്ട പൈസ ഞാൻ കൊടുത്തോളാം. നീ അവനെ വിളിച്ചേ. അല്ല, വിളിക്കുന്നെന്തിന്? നീ അവനെ വിളി. ഞാൻ നിന്റെ തരത്തില്ല. ഞാൻ നേരിട്ട് അവൻ്റെ കൊടുക്കത്തുള്ളൂ. വിളിയടാ അവനെ. അവൻ ഇവിടം വരെ വന്ന് വാങ്ങാനുള്ള സമയമൊന്നും ഒരു ഒറ്റ മോനാണ്. അവൻ അവിടെ 100 പണിയുണ്ട്. അയ്യോ, നീ ഒരു കാര്യം ചെയ്യ്. ആ നമ്പർ എടുത്ത് ഞങ്ങൾ വിളിക്കാം. അതാ പറഞ്ഞ അവന് ഫോണെന്ന് തുടങ്ങാൻ എന്റെ കൂട്ടുകാരത്തിന് അങ്ങനെ വിളിക്കുന്നത്. നീ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. അവന്റെ നമ്പർ വിളിച്ചു തന്നാൽ മര്യാദക്ക് തന്നു കഴിഞ്ഞാൽ അവന് പൈസ കൊടുക്കാൻ. പ്രകാശ്, ഇവൻ വമ്പൻ ഉടായ്പാണ്. നിങ്ങളൊന്നും വിശ്വസിക്കരുത്. ഞാൻ ഉടായ്പൊന്നുമല്ല. അപ്പൊ ഉറപ്പാടാ നീയാണ് എന്റെ പൈസ അടിച്ചു മാറ്റിയത്. അച്ഛനപ്പ എന്നെ വിശ്വാസം ഇല്ല അച്ഛാ? ഇല്ല. അച്ഛൻ അച്ഛനെ സഞ്ജുവാനെ ഞാൻ നോണ പറയാം അച്ഛൻ്റെ അടുത്ത്. ഇതുവരെ മാറ്റോണോ നോണ? എന്നെ വിശ്വാസം ഇല്ല അച്ഛന്. അശ്വമേധാണ് ഇത്. അശ്വമേധ നാടകം. എന്തിനാണ് ഇങ്ങനെ കിടന്ന് അഭിനയിക്കുന്നത്? ഇവന് അഭിനയാണ് പ്രകാശ്. നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്ക്. ഉറപ്പാണോ നീ എടുത്തില്ലെന്ന്? ഞാൻ എടുത്ത് എനിക്ക് എന്തിനാ ചോദിച്ചാൽ പോരെ? ഞാൻ എടുത്തിട്ടില്ല. കണ്ണീര് വന്നില്ലോടെ വന്നിട്ട് സങ്കടം വന്നിട്ട്. അങ്ങനെ എടുത്ത് കാണത്തില്ലടാ. ഇവനങ്ങനെ പറഞ്ഞാൽ അതാ എൻ്റെ ഒരു അർത്ഥം. നിങ്ങളുടെ മകനെ ഭയങ്കര ഇതാണല്ലോ എന്ത് പറഞ്ഞാലും. എനിക്ക് ഒറ്റ കാര്യം എനിക്ക് അറിയാനുള്ളൂ. നിങ്ങൾ അപ്പനും മക്കളും കൂടെ രണ്ടുപേരും കൂടെ അഭിനയിക്കുവാണ് കിടന്ന്. ഞാൻ അച്ഛനെ എല്ലാം പറഞ്ഞോണ്ടല്ലോ വേടങ്ങൾ എന്നെ വായിരിക്കുന്നേക്കുവേ. വേടങ്ങളുടെ പൈസ ഞങ്ങളങ്ങ് തന്നോളാം പോരെ. നീ എങ്ങനെ തരൂന്നാ പറയണത്? ഞാൻ വല്ലവഴി മോടിച്ചാണെങ്കിൽ ഞാൻ കൊണ്ടുവരും. മതിയാ കേട്ടോ? ചെറുക്കൻ പറഞ്ഞു കേട്ടോ, മോഷ്ടിച്ചാണെങ്കിലും കൊണ്ടുവരുന്നു. അപ്പൊ അവന്റെ മൈൻഡിൽ മോഷണം കിടക്കുവാ. നീ നിർത്തിക്ക്. എനിക്ക് എൻ്റെ മകനെ വിശ്വാസം. അവൻ മോടിച്ചിട്ടുണ്ടാവില്ല. നീ ഇനി കയറി ഇളക്കാൻ നിൽക്കണ്ട കേട്ടോ. നിന്റെ പൈസ ഞാനങ്ങ് തന്നോളാം. നിന്റെ പൈസ തരുമ്പോൾ നിന്റെ പ്രശ്നം തീരുമല്ലോ. നീ ഇനി ഇവിടെ കയറിയിട്ട് എൻ്റെ പിള്ളേരെ 4 തട്ടിലാക്കേണ്ട കാര്യമൊന്നുമില്ല. അത് തന്നു കഴിഞ്ഞിട്ട് എനിക്ക് നിന്നെ ഒന്ന് നേരിട്ട് കാണേണ്ടി വരും കേട്ടോ. ആദ്യം പോയി പൈസ കൊണ്ടുവാ, എന്നിട്ടല്ലേ? പൈസ കൊണ്ടുവരാ, തരൂടാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തമ്മി കാണണം. പൈസ ചോദിക്കുമ്പോൾ പുള്ളി ഉണ്ടക്കൊണ്ടും മുഴിപ്പിച്ച് കാണിച്ച് ഓരോ വർത്താനം പറയുന്നു. ചെല്ല് പൈസ കൊണ്ടുവന്നു. പൈസ തരും. എന്നാലും അച്ഛനോട് ഈ കണക്ക് പറഞ്ഞു മോശമായി കേട്ടാ. വൃത്തികെട്ടത്. എടാ, പിന്നെ എന്റെ പൈസ കിട്ടാൻ നിന്റെ അപ്പനോടല്ലാണ്ട് പിന്നെ ഞാൻ നാട്ടുകാർ പോയി ചോദിക്കാം. എന്നാൽ ഇത്ര ഞാൻ വിചാരിച്ചില്ല. അച്ഛന്റെ മുഖത്ത് നോക്കി ഇത് പൈസ ചോദിക്കുമ്പോൾ അപ്പനും മക്കളും കൂടെ ഒറ്റ ബെൽറ്റാണ്. പുഷ്പ, നിങ്ങളെ അമ്മയെ പോലെ ചൊറിയാൻ വന്നതാ എന്നെ? ഞാൻ അങ്ങനെ ചൊറിയാനൊന്നും വരാറില്ലല്ലോ. പിന്നെ പൈസ ചോദിക്കാൻ വന്നതാ? നീ എന്തൊരു ജോലിസം പഠിച്ചിട്ടുണ്ടോ? അല്ല, അതിന് ജോലിസൊന്നും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ രണ്ടേ കാര്യത്തിനല്ലേ എൻ്റെ അടുത്ത് വരാറുള്ളൂ. ഒന്നെങ്കിലും ചൊറിയാ, അല്ലെങ്കിൽ പൈസക്ക് ചോദിക്കേ. എടി, ഭർത്താവിനൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ സഹായിക്കേണ്ടത് ഭാര്യയുടെ ഒരു ഉത്തരവാദിത്വം, കടമയൊക്കെ അല്ലേ? അങ്ങനെ ഭാര്യയ്ക്ക് ഒരു ആവശ്യം വന്നാൽ സഹായിക്കേണ്ടത് ഭർത്താവിന്റെ കടമയല്ലേ? ഉറപ്പായിട്ടും അതെ. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിനക്ക് ആവശ്യം വന്നപ്പോൾ ഞാൻ സഹായിച്ചിട്ടില്ലേ? അങ്ങനെ എന്നെ കൊണ്ട് ഞാനും സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റിയൊരു അവസരം കിട്ടിയിരിക്കുക.